ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം എനിക്ക് കണ്ടൻ്റൊന്നും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ ഇരിക്കുന്നതിനും. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ കുക്കിംഗ് വീഡിയോ ഞാനും എൻ്റെ അനിയത്തിമാരുള്ള ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇട്ട ഒരു വീഡിയോന് അൽഹംദുലില്ലാ 10K അടിച്ചിട്ടുണ്ടേനും. ഞാനിതുവരെ ഇട്ട വീഡിയോനൊന്നും 10K ഒന്നും അടിച്ചിട്ടില്ല, പക്ഷേ ഷോർട്സിന് അടിച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇതൊരു അടിപൊളി പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതാട്ടോ ഇങ്ങനത്തെ ആ ഒരു ലുക്കിൽ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അതിൻ്റെ മുന്നേ എനിക്ക് വേറൊരു സാധനം സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എൻ്റെ ഇടയിൽ ആ ഒരു പണി കൂടി നടക്കുന്നുണ്ട്. അത് എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. എന്താണെന്നറിയില്ല ഉണ്ണി, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതായിരിക്കും അവസ്ഥ. അങ്ങനെ പേക്ക് പൊട്ടിച്ചപ്പോൾ കുറേയൊക്കെ നേരത്ത് പോയി. അങ്ങനെ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടേനും. അപ്പം നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് ഞാനിവിടെ ബെൽ പെപ്പർ, നമ്മുടെ ക്യാപ്സിക്കം മുളകില്ലേ, അതെടുത്തിട്ടുണ്ട് 3 കളറിലായിട്ട്. കാരണം ഇതൊരു കളർഫുൾ പാസ്ത ആയിരിക്കും. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, കളർഫുള്ളല്ലേ. പൊതുവെ നമ്മളും കളേഴ്സിനൊരു അഡിക്റ്റഡ് അല്ലേ, നമ്മളും കളർ കണ്ടിട്ടല്ലേ പലതും വാങ്ങിക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മഷ്റൂമില്ലേ, ഈ കുമിൽ, അതും കൂടി ഉണ്ടേനും. അപ്പോൾ അതും കൂടിയും ഇട്ടിട്ട് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തു കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് മഷ്റൂം നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാപ്സിക്കം പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഫുള്ളൊന്നും വേണ്ട, നമുക്ക് നാളെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പം ചിക്കൻ ചില്ലിയോ ചിക്കൻ മഞ്ചൂരിയനോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. നമ്മളിങ്ങനെ എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പം നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക, അല്ലെങ്കിൽ വേഗം വാടിപ്പോയതുപോലെ ഉണ്ടാവും. ആ ഒരു ഫ്രഷ്നെസ് പിന്നെ കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. അപ്പം ഞാനിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ബ്രേസേഴ്സ് ഈ ക്ലിപ്പ് ഇട്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് കടിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതും മഷ്റൂമും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, എനിക്കതേ വേണ്ടു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് അതും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെന്തോ നോക്കുന്നുണ്ട്. അധികം അങ്ങ് വെന്ത് പോയാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ വെന്തിട്ടില്ലേനും. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെയും വന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കണം. ഇത് ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കാരണം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മഷ്റൂം എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മഷ്റൂം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ മേലോട്ടേക്ക് ചെത്തുന്ന സമയത്ത് ഒരു സ്കിന്ന് ഇങ്ങനെ പൊളിഞ്ഞിട്ട് വരും. അപ്പോൾ അതിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. വേറെ ഭയങ്കര ക്ലീനിങ് മെത്തേഡൊന്നും ഇല്ല ഇതിന്.
അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇപ്പം ഉണ്ട്, പക്ഷേങ്കിൽ ആർക്കും അതാ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. പണ്ട് കാലത്തൊക്കെ ഇത് നമ്മൾ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പം ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിലൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞോളും. ഇതൊന്നും ഓവർ കുക്കാക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബട്ടറിലിട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ബോക്സ് മൊത്തം എടുത്തിട്ടുണ്ട്, കാരണം ഇത് ഇനിയിപ്പം ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ വാടിപ്പോവുകയുള്ളൂ. അപ്പം ഞാൻ കഴിച്ചാൽ നല്ലതല്ല, അതുകൊണ്ട് ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബോൺലെസ് ആയിട്ടുള്ള പീസാണ് എടുക്കുന്നത്, ബോണുള്ളത് നമുക്ക് വേണ്ട. അപ്പം ഞാനിങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം വെക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ നെഗലൊക്കെ, അതൊക്കെ എൻ്റെ സിസ്റ്റേഴ്സ് ഏരിയയിൽ തന്നെ ഉണ്ട്, അവരുണ്ട്. അവർ ക്ലീനിങ്, ഞാൻ കുക്കിങ്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് അവരുണ്ടാവും. എല്ലാവരും കൂടി എൻ്റെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരും ഇല്ലാണ്ട് ചുമ്മാ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാൻ എനിക്കൊരു ഇഷ്ടവുമില്ല. ഞാൻ തന്നെ എല്ലാം ആക്കണ്ടേ. പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അതാകുമ്പോൾ വേഗം കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു മൂഡായിരിക്കും, ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. അങ്ങനെ ഇതാ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു കഷ്ണം ബട്ടറും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു പച്ച റോസ് സ്മെല്ല് ഉണ്ടാവില്ല, അത് പോകണം. എന്നിട്ട് നമ്മളിതിൽ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കി സോസ് പോലെ ആക്കി എടുക്കണം. ഭയങ്കര ടൈറ്റും അല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയിട്ട് എടുക്കണം. ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്നത് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേനു. അത് എനിക്ക് ഫ്രൈ ആക്കിയിട്ടാണ് ഇഷ്ടം, പച്ചക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ വൈറ്റ് സോസ് പാസ്ത പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര റീച്ചൊന്നും ഇല്ലേനും. എന്താണെന്നറിയില്ല, നമ്മുടെ വീഡിയോസിനൊക്കെ ഇടയ്ക്ക് റീച്ച് കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്, എന്താണെന്നറിയില്ല. എൻ്റെ വോയിസിൻ്റെ പ്രശ്നമാണോ, എൻ്റെ വോയിസിൻ്റെ പ്രശ്നമായിരിക്കില്ലേ, എന്താണെന്നറിയില്ല. ഇൻഷാ അല്ലാ ഹാർഡ് വർക്ക് നെവർ പേ ഓഫ് എന്നല്ലേ, എന്തായാലും നമ്മുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ഇല്ലാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല. ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, ചൈനീസ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാറേ ഇല്ല. ഒഴിച്ചാൽ കംപ്ലീറ്റ്ലി ടേസ്റ്റ് മാറും. ആദ്യം മഷ്റൂം ഇട്ടിട്ട് വാട്ടാന്ന് ഞാൻ വിചാരിച്ച്, പക്ഷേങ്കിൽ എൻ്റെ കൂടെ ക്യാപ്സിക്കം ഇട്ടുപോയി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇത് ലേശം ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെക്കാനും മറന്നു. അപ്പം വെളുത്തുള്ളി ജസ്റ്റ് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഷ്റൂം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പാസ്തയാണ്. അപ്പോൾ പാസ്ത കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ.
ലേശം ഒരു ഫ്ലേവർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പം ഞാൻ കുറച്ച് മല്ലിയില ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളും ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ? എന്തായാലും ചെയ്യുക, നിങ്ങൾ വേറെ എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാനിങ്ങനെ കുലുക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ആർഭാടാവല്ലേ, അപ്പം ഞാനൊരു കഷ്ണം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാകുമ്പോൾ നല്ലതായിരിക്കും. ഇങ്ങനെ വലിഞ്ഞ പോലെ ഉണ്ടാവും. ഇത് വലിയൊന്നുമില്ല, ഇങ്ങനെ ചത്ത പോലെ ഉണ്ടാവും. ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇട്ടാൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ക്രീം സോസ്, വൈറ്റ് ക്രീം സോസ് എന്ന് തന്നെ പറയാം, അതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ക്രീമി ആയിരിക്കും നമ്മുടെ പാസ്ത. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.